ഹായ് ഫ്രണ്ട്സ്, വണ്ടർലസ്റ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ യാത്ര ഏകദേശം 2016 മുതൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് അതിന് അവസരം ഒത്തു വന്നത്. എങ്ങോട്ടാണെന്നല്ലേ? നമ്മുടെ കൊളുക്കുമലയിലേക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര. ഏകദേശം ഒരു 6 വർഷമായി കാണും. 6 വർഷത്തെ കാത്തിരിപ്പാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനുണ്ട്, നിതിൻ, അമൽ, അബി, ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. നിതിനും അമലും ഉണ്ട് വേയാണ്. അവർ തൊഴിൽ നേരെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാനും അബി ഇവിടെ ചെറുതാളിൽ വെയിറ്റിംഗ് ആണ് അവർക്ക് വേണ്ടി. അപ്പോൾ അവർ വന്ന ഉടനെ തന്നെ ഫുഡൊക്കെ കഴിക്കും. ഫുഡൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു 12 മണിയോടെ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നൈറ്റ് ആയതുകൊണ്ട് പിന്നെ നൈറ്റ് കാഴ്ചകളിലൊന്നും അധികമില്ല. അപ്പോൾ രാവിലെ കൊളുക്കുമലയിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു യാത്രയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. ഞങ്ങൾ വളരെ ചിലവ് ചുരുക്കിയിട്ടാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൂര്യനെല്ലിയിൽ സ്റ്റേ ഒന്നും എടുത്തിട്ടില്ല. ഇന്ന് രാത്രി 12 മണിയോടെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയേക്കുന്നത്. വെളുപ്പിന് 4 മണിയോടെ നമുക്ക് സൂര്യനെല്ലി ചിന്നക്കനാലെത്തണം. 4:30 അവിടെ ഞങ്ങൾ ഓൾറെഡി ഒരു ജീപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്താണ് പോകുന്നത്. നിലവിൽ ജീപ്പിൻ്റെ റേറ്റ് വരുന്നത് 2000 രൂപയാണ്. ഇടദിവസങ്ങളിൽ, ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ ഹോളിഡേ ആണെങ്കിൽ അത് 2500 രൂപയാണ് കേട്ടോ. അതേ ഉള്ളൂ വ്യത്യാസം. ഇപ്പം ഞങ്ങൾക്ക് 1500 രൂപയാണ് ചിലവ് വരുന്നത്. ഇപ്പോൾ 2-2:30 ഞങ്ങളിതാ ആനേറങ്കൽ ഡാമിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാപ്പ് റോഡിൽ കൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. വളരെ ഭയത്തോടെയാണ് കേട്ടോ ഇവിടെ യാത്ര ചെയ്യുന്നത്. ആനയിറങ്ങാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. വണ്ടിയുടെ വെട്ടത്തിൽ മാത്രമാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഏതായാലും ഭയപ്പെട്ട പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതാ നമ്മൾ ആനയിറങ്കൽ ഡാമിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ ഈ ലൈറ്റുകൾ കാണുന്നില്ലേ പൊട്ടുപൊട്ട് പോലെ, അവിടെയാണ് സൂര്യനെല്ലി ഭാഗം. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഏകദേശം ഒരു 3 മണിയോടെ നമ്മൾ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സൂര്യനെല്ലിയിൽ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 3 മണി കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വണ്ടി 4 മണിക്കാണ് വരുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് കുറച്ച് നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് വണ്ടി വരുത്തുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ 4 മണി, 4:15, 4:30 ഇതിനിടയ്ക്ക് നമ്മുടെ ഡ്രൈവർ ചേട്ടനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഏകദേശം 4:30 കഴിഞ്ഞപ്പോഴത്തേന് ആളെത്തി. പക്ഷേ ഞങ്ങൾ വളരെ സങ്കടത്തിലും ദേഷ്യത്തിലുമായിരുന്നു. കാര്യം ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ജീപ്പുകൾ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വണ്ടിയിൽ പോകാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഏറ്റവും ഫ്രണ്ടിൽ കയറി. ഞങ്ങൾ 4 പേര് മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് പുറകിലാണ് സീറ്റ് കിട്ടിയത്. അതൊക്കെ ഞങ്ങളെ ശരിക്കും വിഷമിപ്പിച്ചു. കാര്യം രാത്രിയാണ്, കയറി പോകുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. എങ്കിൽ പോലും ഫ്രണ്ടിലിരുന്ന് പോകുക എന്ന് പറയുന്നൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. ഏതായാലും ഇതാ നമ്മൾ യാത്ര ചെയ്തിട്ട് പാസ് എടുക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പോകുന്ന ആൾക്കാരുടെ പേരും അഡ്രസ്സും എഴുതി കൊടുക്കണം, മൊബൈൽ നമ്പർ എഴുതി കൊടുക്കണം. എന്നിട്ട് വേണം മുകളിലേക്ക് കയറാനായിട്ട്. ഈ കിടക്കുന്ന ജീപ്പുകളൊക്കെ ഞങ്ങളെക്കാളും മുമ്പ് വന്നതാണ് കേട്ടോ. അവരൊക്കെ ഓൾറെഡി ഇപ്പം ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്ത് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്നുള്ള യാത്ര തുടങ്ങിയതും ഞങ്ങളുടെ ആ വിഷമങ്ങളൊക്കെ മാറി തുടങ്ങി കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ഒരു 10-15 ജീപ്പ് കയറിപ്പോയിട്ടുണ്ടാകും. അവരെ എല്ലാം കവർ ചെയ്ത് ഓവർടേക്ക് ചെയ്ത് നമ്മുടെ ജീപ്പ് ഡ്രൈവർ ഫ്രണ്ടിൽ കയറിപ്പോയിട്ടുണ്ട്. നിലവിൽ പക്ക ഓഫ് റോഡാണ് കേട്ടോ. 10 കിലോമീറ്റർ, അതും ഫുൾ കയറ്റമാണ്. പക്ഷെ നമ്മുടെ ഡ്രൈവർ ഏകദേശം ഒരു 50-60 കിലോമീറ്റർ വേഗതയിലാണ് ഇങ്ങോട്ടേക്ക് കയറി പോകുന്നത്. ഇപ്പം ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറി. ഞങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നു ഇരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. നമുക്ക് പുറകെ വരുന്ന വണ്ടിയുടെ വെട്ടത്തിൽ റോഡ് കാണാം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കാണുമ്പോഴത്തേന് ഏതവസ്ഥയിലാണ് റോഡ് കിടക്കുന്നതെന്നുള്ളത്. ഇത് കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ. പക്ഷേ മുകളിലേക്ക് ഇതിലും വലിയ കല്ലുകളാണ് കിടക്കുന്നത്. എനിവേ നല്ല രീതിയിൽ ഓഫ് റോഡ് എൻജോയ് ചെയ്തതാ ഞങ്ങൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിങ് കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ബാക്കിലാണ് കേട്ടോ കിട്ടിയത്. കാരണം ഫ്രണ്ട് റോഡൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയത് ബാക്കി തന്നെയായിരുന്നു. പൊളി. അപ്പം ഞങ്ങളിതാ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഇരുട്ടാണ്, ഒന്നും കാണത്തില്ല. വഴി ഏതാടാ. നല്ല കാറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അടുത്തു ശരിക്കും എന്താ പറയുക, നല്ല ഓഫ് റോഡാണ്. 2500 രൂപയാണ് അവർ നമ്മളോട് മേടിക്കുന്നത്. പക്ഷേ 2500 അത് ഒരിക്കലും ഒരു
കൂടുതലല്ല കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. ഏതായാലും നമുക്ക് മേളിൽ ചെല്ലാം, സൂര്യോദയം കാണാം. ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ അതാ ഇനി നമുക്ക് മേളിൽ ചെന്നിട്ട് കാണാം കേട്ടോ. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ചില യാത്രകൾ നമ്മൾ സ്വപ്നത്തിൽ കാണാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ 6 വർഷത്തെ സ്വപ്നമായിരുന്നു കേട്ടോ ഇന്ന് സഫലമായിരിക്കുന്നത്. അതാ ആദ്യമായിട്ട് ഞങ്ങൾ കൊളുക്കുമലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ സ്വപ്നം പേര് വന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ട് ആരും കാണാൻ പറ്റില്ല. ഇനിയും നമുക്ക് സൂര്യൻ ഉദിക്കാനായിട്ട് ഇനിയും വെയിറ്റ് ചെയ്യണം. ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് കാത്തിരുന്ന് കാണാം. മനോഹരമായ സൂര്യോദയ വിസ്മയ കാഴ്ചയ്ക്കപ്പുറം നമുക്ക് ഇവിടെ കാണുവാനുള്ളത് ഈ കാഴ്ചകളാണ് കേട്ടോ. സൂര്യൻ്റെ ശോഭയാൽ മലയൊക്കെ നല്ല സ്വർണ്ണ കളറിൽ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. താഴ്വാരം മൊത്തം പച്ചപ്പ് പതിച്ച തേയിലത്തോട്ടങ്ങളും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടീ പ്ലാന്റേഷനാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വെളുപ്പിനെ നമ്മൾ കയറി വന്നത് ഈ ടീ പ്ലാന്റേഷനുള്ളിലൂടെയായിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ചു പോകുന്നതും ഇതിനുള്ളിൽ കൂടെ തന്നെയാണ്. അപ്പം നമുക്ക് ഇതിനകത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഇനി പോകുന്നത് സിംഗപ്പാറയിലേക്കാണ്. നമ്മൾ സൂര്യോദയം കണ്ടെടുത്തുനിന്ന് കുറച്ച് താഴേക്ക് പോകണം. ഈ പോകുന്ന ആൾക്കാരെല്ലാം അങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ. ഞായറാഴ്ച നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അവിടെ ചെന്നിട്ട് സിംഗപ്പാറ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും എന്താണെങ്കിലും സമയം ഉണ്ടാകത്തില്ല, അതുപോലെ തിരക്കാണ്. 7:30 നമ്മുടെ വണ്ടി തിരിച്ചു പോകും. അപ്പോൾ അതിനിപ്പുറം നമ്മൾ സിംഗപ്പാറയും കണ്ട് നേരെ താഴെ എത്തേണ്ടതുണ്ട്. ഏതായാലും പറഞ്ഞ പോലെ നമുക്ക് സിംഗപ്പാറ കാണാൻ പറ്റിയിട്ടുണ്ട്, പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. ഏതായാലും ഇത് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അങ്ങനെ ഞങ്ങൾ സിംഗപ്പാറയും കണ്ട് നേരെ തിരിച്ച് മുകളിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മുകളിലേക്ക് നടക്കുമ്പോഴും ഒരുപാട് ആളുകൾ താഴേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ 6 വർഷത്തെ കാത്തിരിപ്പ് ഇന്നിവിടെ സഫലമായിരിക്കുകയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ കൊളുക്കുമലയുടെ പീക്കിൽ പോയില്ല, അതുപോലെ തന്നെ മീശപ്പുലിമലയിൽ പോയില്ല. എങ്കിൽ പോലും ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ് കേട്ടോ. ഇനിയും വരുന്ന തവണ ഞങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ജീപ്പിൽ തിരിച്ച് കയറിയിട്ടുണ്ട്. ആദ്യം ഇങ്ങോട്ടേക്ക് വന്നതുപോലെ തന്നെ പാലക്കാട്ടുകാരാണ് ഫ്രണ്ടിലിരിക്കുന്നത്. ഫോൺ അവരുടെ കൈ കൊടുത്ത് ഞങ്ങൾ പുറകെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം കേട്ടോ. ജീപ്പ് പോകുന്നത് വളരെ സാഹസികമായിട്ടാണ് കേട്ടോ. ഇതാണ്ട് ഈ വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ അങ്ങോട്ടേക്ക് കയറിപ്പോയത്. അങ്ങോട്ടേക്കുള്ള യാത്ര ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. നമ്മുടെ ഡ്രൈവറിൻ്റെ ഏകദേശം ഒരു 50-60 കിലോമീറ്റർ സ്പീഡിലാണ് ഈ കയറ്റം കയറിപ്പോയത്. നിങ്ങൾ ഒരു പക്ഷേ വിശ്വസിക്കത്തില്ലായിരിക്കും, പക്ഷേ സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഡ്രൈവർ വണ്ടി ഒന്ന് നിർത്തി തന്നു. നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി തന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലേസിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. നമുക്ക് ദൂരെയായിട്ട് കൊളുക്കുമല പീക്കും മീശപ്പുലിമലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഡ്രൈവറിനെ പരിചയപ്പെടുത്താത്തത് മോശമില്ല. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഡ്രൈവറുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ പുള്ളി പൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അണ്ണൻ്റെ പേരെങ്ങനെയാണ്? ജോൺ. ഓക്കെ, സെറ്റ്. സെൽഫി എടുക്കണം കേട്ടോ.
കഥ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ, ഇനിയാണ് ആരംഭിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ ഓഫ് റോഡിൽ കൂടെ വളരെ പതിയാണ് താഴേക്ക് ഇറങ്ങി വന്നത്. നമ്മൾ ഡ്രൈവറിനെ കുറച്ച് സാഹസികതയൊക്കെ കാണിച്ചു, എങ്കിൽ പോലും ഇത് കണ്ടോ തീയും പുകയും പറപ്പിച്ച ഒരു വണ്ടി വരുന്നത്. ജസ്റ്റ് ഈ വണ്ടിയെ ഞങ്ങളൊന്ന് ഓവർടേക്ക് ചെയ്തതേ ഉള്ളൂ. പിന്നെ അവിടെ നിന്നൊരു മത്സരയോട്ടമായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ പുറകിലിരുന്ന് ഞങ്ങൾ പേടിച്ചു ശരിക്കും. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങളുടെ വോയിസൊക്കെ കേൾക്കാൻ പറ്റും. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ ഈ യാത്ര. ശരിക്കും മത്സരോട്ടത്തിനും കൂവലിനുമൊക്കെ തുടക്കം കുറിച്ചത് ഈ വണ്ടിക്കാരാണ് കേട്ടോ. ഈ വണ്ടിയിൽ നിറച്ചും പെൺപിള്ളേരായിരുന്നു. ആ വണ്ടി ഞങ്ങളെ ഓവർടേക്ക് ചെയ്തപ്പോൾ അവളുമാർ ശരിക്കും കൂവി. അതുവരെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് പോയാൽ ഞങ്ങളും തിരിച്ചു കൂവാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു മത്സരയോട്ടം ഇവിടെ തുടങ്ങുന്നത് കേട്ടോ. അതുവരെ സൈലൻ്റായിട്ടിരുന്ന പാലക്കാടുകാർ ഞങ്ങളോടൊപ്പം കൂടാൻ തുടങ്ങി. അവരും കൂടെ കൂടിക്കഴിഞ്ഞപ്പം ജോൺ ചേട്ടന് ആവേശം വളരെയധികം കൂടി. പിന്നെ പുള്ളി വണ്ടി നിലത്തോടിച്ചിട്ടില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പോക്കായിരുന്നു. എനിവേ എന്താ പറയുക, വളരെയധികം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് ഈ ട്രിപ്പ് മുമ്പോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വണ്ടിയും ഓവർടേക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂവലിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അത് നമ്മുടെ ജോൺ ചേട്ടന് ഭയങ്കര ഒരു ആവേശമായിരുന്നു. അങ്ങനെ കൂവിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ആശാന് മാത്രം ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു കേട്ടോ കൂവലും. പുള്ളിക്ക് പിന്നെ ഞങ്ങളെ ഓവർടേക്ക് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഡ്രൈവിംഗ് ആയിരുന്നു. പക്ഷേ നമ്മുടെ ജോൺ ചേട്ടൻ ഒരു തരത്തിലും ആ വണ്ടിയെ കയറ്റി വിടാത്ത രീതിയിലായിരുന്നു ഡ്രൈവിങ്. ഞങ്ങളെപ്പോലെ തന്നെ ആ വണ്ടിയിലുള്ള ആൾക്കാരും കൂവലും ആവേശവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഒന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുള്ള രീതിയിലായിരുന്നു ആ വണ്ടിക്കാരൻ്റെ ഡ്രൈവിങ്. പലതവണയും വണ്ടി ഇടിച്ചില്ല എന്നുള്ളൊരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും എന്താ പറയുക, ഞങ്ങളതെല്ലാം ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയായിരുന്നു കേട്ടോ യാത്ര. അങ്ങനെ 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കാൻ സമയമായി കേട്ടോ. ഇനി കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്യാറുണ്ട്. വളരെയധികം ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. എന്താ പറയുക, പൊളി ട്രിപ്പ് തന്നെയായിരുന്നു. അതാണ്ട് എല്ലാത്തിനും തുടക്കം കുറിച്ച വണ്ടി ഇത് ഇവിടെ കിടപ്പുണ്ട്. പെൺപിള്ളേരും വണ്ടിക്കകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ശരത്ത് ഇതുവരെ കൂവൽ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാം. ഞങ്ങൾ ജീപ്പിൻ്റെ പുറകിലാണ് അങ്ങോട്ടേക്ക് കയറിപ്പോയത്, നമ്മുടെ കൊളുക്കുമലയിലേക്ക് കയറിപ്പോയത്. ശരിക്കും വിഷമമായിരുന്നു കയറിപ്പോയപ്പോഴത്തേനും. ഒന്നും കാണാൻ പറ്റില്ല രാവിലെ, എങ്കിൽ പോലും ഞങ്ങൾക്ക് ശരിക്കും വിഷമമായിരുന്നു, ഒന്നും ഫ്രണ്ടിൽ കിട്ടാത്തതുകൊണ്ട്. പക്ഷേ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ബൈക്കിലുള്ള ഇരിപ്പെന്ന് പറഞ്ഞാൽ പൊളിയെന്ന് പറഞ്ഞാൽ അപാര പൊളി. ഞങ്ങളൊരു കോളേജ് ലൈഫ് വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്ത മൂഡായിരുന്നു. എങ്ങനെ എൻജോയ് ചെയ്യുമോ അതേ രീതിയിലാണ് ഞങ്ങൾ എൻജോയ് ചെയ്തത്. ശരിക്കും പൊളിയില്ലായിരുന്നോ? അയ്യോ, ശരിക്കും ഞങ്ങൾ എന്താ പറയുക, ഇത്രയും ട്രിപ്പ് പോയതിൽ ഏറ്റവും എൻജോയ് ചെയ്ത ട്രിപ്പ് എന്ന് വേണേൽ പറയാം കേട്ടോ. അങ്ങനെ ഓരോ യാത്രകളിലെയും ഓർമ്മകളെയും ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് നിർത്തുകയാണ് പുതിയൊരു യാത്രയുടെ തുടക്കത്തിനായി. അപ്പോൾ പുതിയൊരു യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഈസ് വാണ്ടർലസ്റ്റ് ടീം സൈനിങ് ഓഫ്.